ഹലോ നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നത് jQuery ഉപയോഗിച്ചിട്ട് എങ്ങനെ നമുക്ക് അനിമേഷൻ ക്രിയേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ അനിമേഷൻ എങ്ങനെ jQueryയിൽ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം എന്നതിനെക്കുറിച്ചാണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് എക്സാമ്പിൾ നമുക്ക് അനിമേറ്റ് ഉപയോഗിച്ചിട്ടൊന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, ഇതിൻ്റെ ജസ്റ്റ് ഇതൊന്ന് ഞാൻ റണ്ണ് ചെയ്യിപ്പിച്ച് കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ ഇത് റണ്ണ് ചെയ്യിപ്പിക്കുമ്പോൾ നമുക്ക് ഈ രൂപത്തിലായിരിക്കും ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് വരിക. ജസ്റ്റ് ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, ഈ ബോക്സ് നമുക്ക് നേരെ ഇങ്ങോട്ട് മൂവ് ചെയ്യിപ്പിക്കുകയാണ്. അപ്പോൾ ആദ്യം തന്നെ ഇതിൻ്റെ HTML പേജ് നമുക്കൊന്ന് നോക്കാം. ഇവിടെ ഫസ്റ്റ് ലൈനിൽ തന്നെ നമുക്കിവിടെ വന്ന് ആ ബട്ടണിൻ്റെ പേര്, അതായത് സ്റ്റാർട്ട് അനിമേഷൻ എന്നുള്ള ബട്ടൺ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ താഴെ പാരഗ്രാഫിൽ കുറച്ച് ടെക്സ്റ്റ്, ഇവിടെ കൊടുത്ത ആ ടെക്സ്റ്റും നമുക്കിവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്കിവിടെ ഈ കൊടുത്ത ടെക്സ്റ്റ് ബോക്സിൻ്റെ എന്തൊക്കെ CSS ആണോ വേണ്ടത് അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇതിന് സ്റ്റൈല് ഇൻബിൽഡ് ആയിട്ടാണ് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുത്തിട്ടുണ്ട്, ഹൈറ്റ് കൊടുത്തിട്ടുണ്ട്, അതേപോലെ വിഡ്ത്ത് കൊടുത്തിട്ടുണ്ട്. പൊസിഷൻ എന്നുള്ളത് ആബ്സലൂട്ടാണ് കൊടുത്തിട്ടുള്ളത്. അത് ഏത് ഭാഗത്തേക്കും പെട്ടെന്ന് മൂവ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ആബ്സലൂട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ, അതായത് നമ്മൾ jQuery ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, ഈ ഡിവ് നമ്മളിവിടെ കൊടുത്ത ഡിവിന് അനിമേറ്റ് ചെയ്യണം. എന്താണ് അനിമേഷന്? അനിമേറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ വന്ന് ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ചേർത്ത് കൊടുക്കുമ്പോൾ ഈ രൂപത്തിൽ കേളി ബ്രേക്സസിൻ്റെ ഉള്ളിലാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ലെഫ്റ്റ് 450 പിക്സൽ എന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതെന്ത് ചെയ്യുന്നത്, ലെഫ്റ്റ് 450 പിക്സലിലേക്ക് മൂവ് ചെയ്യിപ്പിക്കുന്നത്. ഇതേ രൂപത്തിൽ തന്നെ നമുക്ക് മറ്റൊരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം. ഇതൊന്നും കൂടി ഞാൻ റൺ ചെയ്യിപ്പിക്കുന്നുണ്ട്. സെയിം അതേ രൂപത്തിൽ തന്നെയാണ് നമ്മളിവിടെ വന്ന് ഇതൊന്ന് റൺ ചെയ്യിപ്പിച്ചു. അപ്പോൾ ഇതിൽ റൺ ചെയ്യിക്കുമ്പോൾ ഇതിൻ്റെ ഇതിങ്ങോട്ട് മൂവ് ചെയ്യിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഹൈറ്റ് കൂടുന്നതിൻ്റെ ഒപ്പാസിറ്റിയും ചേഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതെങ്ങനെ വർക്ക് ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. ഇവിടെ ഒരു ബട്ടൺ കൊടുത്തിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ഡിവിഷൻ ക്രിയേറ്റ് ചെയ്ത് അതിന് ആവശ്യമായിട്ടുള്ള കളറ്, ഹൈറ്റ്, അതേപോലെ തന്നെ വിഡ്ത്ത്, അതേപോലെ പൊസിഷനും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ എന്ത് ചെയ്യണം, ഈ ഡിവിന് അനിമേറ്റ് ചെയ്യണം. ലെഫ്റ്റ് 250 പിക്സൽ മൂവ് ചെയ്യണം. ഒപ്പാസിറ്റി 0.5 ആണ്. അതിൻ്റെ ഹൈറ്റും എത്രയാണോ വിഡ്ത്തും എത്രയാണോ സെറ്റ് ചെയ്ത് കൊടുക്കണം. അതുകൊണ്ടാണ് ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇത്രയും രൂപത്തിൽ ഈ രൂപത്തിലേക്ക് ഒപ്പാസിറ്റി ചേഞ്ച് ചെയ്ത് വരുന്നത്. ഇതേ രൂപത്തിൽ തന്നെ നമുക്ക് മൂന്നാമത്തെ എക്സാമ്പിൾ കൂടി ചെയ്ത് നോക്കാം. അപ്പോൾ എക്സാമ്പിൾ 3 ഞാനിവിടെ ഓപ്പൺ ചെയ്തു. നേരത്തെ നമ്മൾ ഇതൊന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് റൺ ചെയ്യിപ്പിച്ച് നോക്കാം. ഓക്കെ, റൺ ചെയ്യിക്കുമ്പോൾ ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, ഇത് ഇങ്ങോട്ട് മൂവ് ചെയ്തതിൻ്റെ വലിപ്പം ഇവിടെ വന്ന് കൂടുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അനിമേറ്റ് എന്ന് കൊടുത്തു. ലെഫ്റ്റ് 250 പിക്സൽ കൊടുത്തു. എന്നിട്ട് ഇവിടെ വന്ന് ഇതിൻ്റെ ഹൈറ്റ് എന്നുള്ളത് എന്ത് ചെയ്യാണ്, ഇപ്പോൾ ആക്ച്വൽ ഹൈറ്റ് എത്രയാണോ അതിലൂടെ 150 കൂടി കൂടുകയാണ്. അതായത് ആഡ് പ്ലസ് ഉപയോഗിച്ചിട്ട് ഇങ്ങനെ ഇട്ട് കൊടുത്താൽ ആഡ് പ്ലസ് എന്നാണ് പറയുന്നത്. അതായത് ആക്ച്വൽ ഹൈറ്റ് എത്രയാണോ അതിലൂടെ കുറച്ച് വാല്യൂ കൂടി കൂട്ടുന്നതിനെയാണ് ആഡ് പ്ലസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ആക്ച്വൽ ഹൈറ്റ് എത്രയാണോ ഉള്ളത് അതിലൂടെ എന്ത് ചെയ്യാണ്, ഒരു 150 കൂടി കൂട്ടിച്ചേർത്ത് കൊടുക്കണം. അതേപോലെ തന്നെ വിഡ്ത്തും ഇതുപോലെ തന്നെ കൂട്ടി വരികയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇതിൽ ക്ലിക്ക് ചെയ്താൽ ഇതുപോലെ ഇതിൻ്റെ ഹൈറ്റ് ഈ രൂപത്തിൽ വലുതായി വരുന്നത്. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് നാലാമത്തെ എക്സാമ്പിൾ ചെയ്ത് നോക്കാം. നാലാമത്തെ എക്സാമ്പിളിൽ ഇത് ജസ്റ്റ് ഒന്ന് റൺ ചെയ്യിപ്പിച്ച് നോക്കാം. ഓക്കെ, അപ്പോൾ ഇത് റൺ ചെയ്യിക്കുമ്പോൾ നമുക്ക് ഇതിൽ ക്ലിക്ക് ചെയ്താൽ ഈ ആ ടെക്സ്റ്റ് ബോക്സ് ഹൈഡ് ആവും. ഇതിൽ തന്നെ ക്ലിക്ക് ചെയ്താൽ അത് ഡിസ്പ്ലേ ചെയ്ത് വരികയും ചെയ്യും. നേരത്തെ പറഞ്ഞ പോലെ ഒരു ബട്ടൺ ചേർത്തിട്ടുണ്ട്, അതേപോലെ ഒരു ഡിവും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ ഡിവിനാണ് അനിമേറ്റ് ചെയ്യേണ്ടത്. ഇതിൽ ഹൈറ്റ് എന്നുള്ളത് ടൊഗിളാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എന്ത് ചെയ്യാണ്, ഇതിന് ഇതേ രൂപത്തിൽ വരികയും അതേപോലെ തന്നെ പോവുകയും ചെയ്യുന്നുണ്ട്. ഇത് നമുക്ക് ഷോ ആണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ വന്ന് ഷോ എന്ന് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ അത് റൺ ചെയ്യിക്കുമ്പോൾ തന്നെ നമുക്ക് ഇതിപ്പോൾ ആൾറെഡി ഇവിടെ ഷോ ആണ്. അപ്പോൾ ഞാൻ ഇവിടെ വന്ന് ഡിസ്പ്ലേ എന്നുള്ളത്, ഓക്കെ, അപ്പോൾ ഇത് ഇവിടെ വന്ന് ഷോ ആണ്. നമുക്കിത് എന്ത് ചെയ്യാം, ഇവിടെ വന്ന് ഷോക്ക് പകരം ഹൈഡ് എന്ന് ചേർത്ത് കൊടുത്തു നോക്കാം. ഓക്കെ, അപ്പോൾ അത് റൺ ചെയ്യിപ്പിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാണ്, ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ഹൈഡ് ആവും. പിന്നെ ഇതിൽ ക്ലിക്ക് ചെയ്താൽ അത് ഡിസ്പ്ലേ ചെയ്ത് വരികയും ചെയ്യില്ല. ഇപ്പോൾ നമുക്കിത് എന്ത് ചെയ്യാം, നമുക്ക് ഇവിടെ വന്ന് ഡിസ്പ്ലേ നൺ എന്ന് ചേർത്ത് കൊടുക്കാം. അതായത് ഓപ്പൺ ചെയ്ത് വരുമ്പോൾ ഇത് ഇവിടെ കാണരുത്. ഇനി ഇവിടെ ഇതിൻ്റെ ഹൈഡ് എന്നുള്ള ഭാഗത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഷോ എന്നും ചേർത്ത് കൊടുക്കാം. ഓക്കെ, ഷോ എന്നും ചേർത്ത് കൊടുത്തു. അപ്പോൾ ഇത് റൺ ചെയ്യിക്കുമ്പോൾ നോക്കൂ, ഇതിൽ ക്ലിക്ക് ചെയ്താൽ അത് ഡിസ്പ്ലേ ചെയ്ത് വരികയും ചെയ്യും. അപ്പോൾ നമുക്കിവിടെ നേരത്തെ പഠിച്ച ഷോ, അതേപോലെ തന്നെ ഹൈഡ്, അതേപോലെ തന്നെ ടോഗിൾ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ചേർത്ത് കൊടുക്കാം. അടുത്തത് അഞ്ചാമത്തെ എക്സാമ്പിൾ കുറച്ച് വലിയൊരു എക്സാമ്പിളാണ്.
അപ്പോൾ ഇതിൽ അഡീഷനായിട്ട് ഒന്ന് രണ്ട് സപ്പോർട്ടഡ് URL, അതായത് സപ്പോർട്ട് ചെയ്ത് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടി കോഡുകൾ നമ്മളിതിലേക്ക് അഡീഷനായിട്ട് ചേർത്തിട്ടുണ്ട്. അതിലൊന്നാമത്തെ ഒരു CSS ആണ്. CSS എന്ന് പറഞ്ഞാൽ jQuery UI.css അതേപോലെ തന്നെ jQueryൻ്റെ രണ്ട് അഡീഷണൽ ആയിട്ടുള്ള ഒരു jQuery 1.10.2 JS അതേപോലെ തന്നെ jQuery UI എന്നുള്ളൊരു ജാവാസ്ക്രിപ്റ്റ് കൂടി ഇതിലേക്ക് അഡീഷനായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് കുറച്ചുകൂടി വലിയൊരു പ്രോഗ്രാമാണ്. അതുകൊണ്ടാണ് ഇതിലേക്ക് ഇത് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടി സപ്പോർട്ടഡ് ആയിട്ടുള്ള കുറച്ച് അബ്സല്യൂട്ട് URL, അതായത് ഇതിനുള്ളിലുള്ള സ്ക്രിപ്റ്റ് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ലിങ്കുകൾ കൂടി ഇതിൻ്റെ ഉള്ളിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഇവിടെ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ പ്രധാനമായിട്ടും വരുന്നത് ഒരു ഡിവ് കൊടുത്തിട്ടുണ്ട്. ആ ഡിവിൻ്റെ പേര് ടോഗളർ എന്നാണ് ചേർത്തിട്ടുള്ളത്. അതേപോലെ ഇതിൻ്റെ അടിയിലൊരു എഫക്റ്റ് ഒരു എഫക്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിന് ക്ലാസ് എന്ന് പറയുന്നത് UI വിഡ്ജറ്റ് കണ്ടൻറ്റ് UI കോർണർ ആൾ എന്നുള്ളത്. അത് ഈ ക്ലാസ്സിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് കിട്ടുന്നതാണ്. അതായത് ഇവിടെ നമ്മളൊരു CSS ആഡ് ചെയ്തിട്ടില്ലേ, അതിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടുന്ന ഒരു സ്റ്റൈലാണ് ഈ കൊടുത്തിട്ടുള്ളത്. അതേപോലെ ഇതിൻ്റെ ഉള്ളിൽ ഒരു ടെക്സ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഇതിൻ്റെ താഴെ ഒരു ബട്ടണും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആ ബട്ടണും ഇതേപോലെ തന്നെ UI സ്റ്റേറ്റ് ഡിഫാൾട്ട് UI കോർണർ ആൾ എന്നുള്ളൊരു ബട്ടണും ഇതിൻ്റെ ഉള്ളിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് റൺ ചെയ്യിപ്പിച്ച് നോക്കാം. ഇപ്പോൾ റൺ ചെയ്യിക്കുമ്പോൾ ഇതുപോലെ ആയിരിക്കും നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് വരിക. ഇതിൽ ക്ലിക്ക് ചെയ്താൽ എന്ത് ചെയ്യും, ഇതിൻ്റെ ഹൈറ്റ് നമുക്ക് ഇതുപോലെ ഒന്ന് വലുതാവും. ഇവിടെ തന്നെ ക്ലിക്ക് ചെയ്താൽ അതിൻ്റെ ഹൈറ്റ് ഇതുപോലെ ചെറുതാവുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതിൽ ഉപയോഗിച്ച ഈ രൂപത്തിലുള്ള ഫോർമാറ്റുകളൊക്കെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ അഡീഷനായിട്ടുള്ള ഇതിലേക്ക് കുറച്ചുകൂടി സപ്പോർട്ടഡ് ആയിട്ടുള്ള സ്ക്രിപ്റ്റുകളൊക്കെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതെങ്ങനെ വർക്ക് ചെയ്യണമെന്ന് നോക്കാം. ആദ്യം തന്നെ നമ്മളിതിൻ്റെ HTML പറഞ്ഞു. ഇനി ഇതിന് ഈ ടോഗിളിന് എന്തൊക്കെയാണ് നമുക്ക് CSS കൊടുത്തിരിക്കണമെന്ന് നോക്കാം. ടോഗിളിൻ്റെ വിഡ്ത്ത് 500 പിക്സൽ കൊടുത്തിട്ടുണ്ട്. ഹൈറ്റ് എന്നുള്ളത് 200 പിക്സൽ കൊടുത്തിട്ടുണ്ട്. പൊസിഷൻ റിലേറ്റീവ്, അതായത് എവിടെയാണോ നമുക്കിവിടെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഡിസ്പ്ലേ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പൊസിഷൻ റിലേറ്റീവ്സ് കൊടുത്തിട്ടുള്ളത്. അതേപോലെ ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ഒരു ബട്ടണാണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഈ ബട്ടൻ്റെ ID എന്ന് പറയുന്നത് ബട്ടൺ എന്നാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതായത് ID ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ പാഡിങ് 5 EM എന്ന് ചേർത്തിട്ടുണ്ട്. അതേപോലെ തന്നെ 1 EM എന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ടെക്സ്റ്റ് ഡെക്കറേഷൻ എന്ന് പറയുന്നത് 2 കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അതേപോലെ തന്നെ അടുത്തത് പിന്നെ ഇവിടെ വന്ന് അഡീഷനായിട്ട് ചേർത്തിട്ടുള്ളത് എഫക്റ്റ് എന്നുള്ളതാണ്. ഈ IDക്കുള്ളതാണ്. ഇതിൻ്റെ ID എന്നുള്ളത് എഫക്റ്റാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ക്ലാസ് സെപ്പറേറ്റും ഇതിന് വരുന്നുണ്ട്. ഇതിന് എന്തൊക്കെയാണ് വരുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ വിഡ്ത്ത് 240 പിക്സലാണ്, ഹൈറ്റ് 135 പിക്സലാണ്, പാഡിങ് 0.4 ആണ്. അതേപോലെ പൊസിഷന് റിലേറ്റീവാണ്. അതേപോലെ തന്നെ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു കളറും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതിൻ്റെ ഹെഡിങ്, ഈ എഫക്റ്റിൻ്റെ ഹെഡിങ് 3ന് മാർജിൻ 3യും അതേപോലെ പാഡിങ്ങും ടെക്സ്റ്റ് അലൈന് സെൻറ്ററും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇത്രയും ചെയ്തതിന് ശേഷം ഇവിടെ ഇനി നമുക്കിതിൻ്റെ jQuery എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളതാണ് നോക്കുന്നത്. ഇവിടെ jQuery സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ രൂപത്തിൽ കോഡ് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു. jQuery ഇവിടുന്ന് ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ വെച്ചിട്ടാണ് ക്ലോസ് ചെയ്യുന്നത്. ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തു, അതിൻ്റെ പേര് സ്റ്റേറ്റ് എന്ന് കൊടുത്തു, അതിൻ്റെ വാല്യൂ ട്രൂ എന്ന് ചേർത്ത് കൊടുത്തു. എന്നിട്ട് നമുക്കിവിടെ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ സ്റ്റേറ്റിൻ്റെ വാല്യൂ ട്രൂ ആണെങ്കിൽ എഫക്റ്റ് എന്നുള്ളത് അനിമേറ്റ് ചെയ്യണം. ബാക്ക്ഗ്രൗണ്ട് കളർ ഇതാവണം. അതേപോലെ തന്നെ അതിൻ്റെ ടെക്സ്റ്റിൻ്റെ കളർ ഇതാവണം. അതേപോലെ വിഡ്ത്ത് 500 പിക്സൽ ആവണം. അതേപോലെ തന്നെ ഇത് കംപ്ലീറ്റ് ചെയ്യേണ്ടത് എത്ര സെക്കൻഡ് കൊണ്ടാണ് ഇത് കംപ്ലീറ്റ് ചെയ്യേണ്ടത് അതും നമുക്കിവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിതൊരു 3000 ചേർത്ത് കൊടുക്കുന്നതെങ്കിൽ ഇതിൻ്റെ അനിമേഷന് കംപ്ലീറ്റ് ചെയ്യേണ്ടത് 3 സെക്കൻഡുകൾ കൊണ്ടാണ്. അപ്പോൾ എത്ര സെക്കൻഡ് കൊണ്ടാണ് ഇത് കംപ്ലീറ്റ് ചെയ്യേണ്ടത് അത്രയും ഭാഗം ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതല്ല, സ്റ്റാർട്ട് ചെയ്ത് വരുമ്പോൾ തന്നെ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളർ എന്താണോ വേണ്ടത് അതും, അതേപോലെ തന്നെ ഇതിൻ്റെ കളർ എന്താണോ വേണ്ടത് അതും, ഇതിൻ്റെ വിഡ്ത്ത് എത്രയാണോ വേണ്ടത്, അത് എത്ര സെക്കൻഡ് കൊണ്ടാണ് അത് സ്റ്റാർട്ട് ചെയ്ത് വരേണ്ടത് അതും നമ്മളിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിന് ഞാനൊരു 3000 മില്ലി സെക്കൻഡ് കൊടുക്കുകയാണെങ്കിൽ ഇത് സ്റ്റാർട്ട് ചെയ്ത് വരുമ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ടാവും, ഇതിനുള്ള എഫക്റ്റുകളൊക്കെ നമുക്ക് ഓൾറെഡി സെറ്റ് ചെയ്ത് വന്നിട്ടുണ്ടാവും. അതായത് ഇവിടെ സ്റ്റേറ്റ് ഉണ്ടെങ്കിലാണ് ഇത്രയും ഭാഗം നമുക്കിവിടെ ഡിസ്പ്ലേ ചെയ്ത് വരുന്നത്. സ്റ്റേറ്റ് ഇല്ലെങ്കിൽ ഈ ഡിസൈനിലായിരിക്കും നമുക്ക്, അതായത് ഓപ്പൺ ചെയ്ത് വരുമ്പോൾ തന്നെ നമുക്ക് ഈ ഡിസൈനിലായിരിക്കും വരുന്നത്. ഓക്കെ, അപ്പോൾ
ഇതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ ഇതുപോലെ വിടുത്ത് കൂടുകയും ചെയ്യും. ഇതിൽ ക്ലിക്ക് ചെയ്താൽ ഇതിൻ്റെ വിടുത്ത് ഇതുപോലെ കുറഞ്ഞ് വരികയും ചെയ്യും. ഇതിപ്പോൾ നമുക്ക് ഒന്നും കൂടി സ്പീഡിലാണ് ഇതിൻ്റെ വിടുത്ത്, അതായത് സ്റ്റേറ്റിൻ്റെ വിടുത്ത് നമുക്ക് കുറയണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് 1000 കൊടുത്താൽ മതി. അപ്പോൾ ഇതിൻ്റെ വിടുത്ത് നമുക്കിതുപോലെ കൂടുകയും ചെയ്തു. ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇത് പെട്ടെന്ന് ക്ലോസ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഫസ്റ്റ് ഇതിലെന്താണ്, ഒന്നാമത്തേത് നമ്മൾ ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കണം എന്നുള്ളതാണ് ഈ എഫക്റ്റിൽ കൊടുത്തിട്ടുള്ളത്. അതേപോലെ രണ്ടാമത്തത് ഈ എൽസേൻ്റെ ഉള്ളിൽ നമ്മൾ വീണ്ടും ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കണം എന്നുള്ളതാണ് ഇവിടെ വരുന്നത്. പിന്നെ എന്ത് ചെയ്യണം, ഇപ്പോൾ ഇതിൻ്റെ സ്റ്റേറ്റ് ആൾറെഡി നമ്മളിവിടെ ട്രൂ ആണ് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, സ്റ്റേറ്റ് നോട്ട് ട്രൂ ആക്കി, അതായത് സ്റ്റേറ്റ് ഈക്വൽ ടു നോട്ട് സ്റ്റേറ്റ് അല്ല എന്നുള്ള സെറ്റിങ്സിലേക്കായിട്ട് മാറ്റി കൊടുക്കുകയും ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ അനിമേറ്റ് എങ്ങനെ നമ്മൾ jQueryയിൽ ഉപയോഗിക്കുക എന്നും jQuery ഉപയോഗിച്ചിട്ട് അനിമേറ്റ് ചെയ്ത കുറച്ച് എക്സാമ്പിളുകളുമാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.